ഫുട്ബോൾ ആരാധകരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകകപ്പിൽ നമ്മൾ കണ്ടത് സൂപ്പർ താരങ്ങളുടെ തകർപ്പൻ പ്രകടനങ്ങളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഗോളുകളിലൂടെ വീണ്ടും ലോകത്തെ അമ്പരപ്പിച്ചു. ലയണൽ മെസ്സി തൻ്റെ ക്ലാസ് ഇന്നും അവസാനിച്ചിട്ടില്ലെന്ന് തെളിയിച്ചു. കിലിയൻ എംബാപ്പെ പുതിയ തലമുറയുടെ രാജാവായി മുന്നേറുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധകരുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം: നെയ്മർ എപ്പോഴാണ് മടങ്ങിയെത്തുന്നത്? പരിക്ക് കാരണം ബ്രസീലിൻ്റെ ആദ്യ മത്സരങ്ങൾ നഷ്ടമായ നെയ്മർ ഇപ്പോൾ വീണ്ടും ടീമിനൊപ്പം പൂർണ്ണ പരിശീലനത്തിലാണ്. പരിശീലന ഗ്രൗണ്ടിൽ പഴയ ആത്മവിശ്വാസത്തോടെ ചിരിക്കുന്ന നെയ്മറിൻ്റെ ചിത്രങ്ങൾ ബ്രസീൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ബ്രസീൽ പരിശീലകൻ കാർലോ അഞ്ചലോട്ടി നെയ്മർ മികച്ച രീതിയിൽ പരിശീലിക്കുന്നുണ്ടെന്നും സ്കോട്ട്ലാൻഡിനെതിരായ മത്സരത്തിൽ അദ്ദേഹം കളിക്കും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ആരാധകർ ഇന്ന് കാത്തിരിക്കുന്നത് ബ്രസീലിൻ്റെ മത്സരത്തിന് വേണ്ടി മാത്രമല്ല, നെയ്മറിൻ്റെ, അവരുടെ സുൽത്താൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ്. കാരണം നെയ്മർ ഒരു സാധാരണ കളിക്കാരനല്ല. പന്ത് കാലിൽ കിട്ടുമ്പോൾ തന്നെ ഒരു സ്റ്റേഡിയത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ കെൽപ്പുള്ള താരമാണ്. ഒരു ഡ്രിബിൾ, ഒരു ഫ്ലിക്ക്, ഒരു അസിസ്റ്റ്, ഒരു ഗോൾ, ഒരു നിമിഷം കൊണ്ട് മത്സരത്തിൻ്റെ കഥ മാറ്റാൻ കഴിയുന്ന മജീഷ്യനാണ് അദ്ദേഹം. ഇന്ന് CR7 ഗോൾ നേടി, മെസ്സി ഗോൾ നേടി, എംബാപ്പെ ഗോൾ നേടി. ഇനി ഫുട്ബോൾ ലോകം പറയുന്നത് ഒറ്റ കാര്യം: നെയ്മറിൻ്റെ സമയം എത്തിയിരിക്കുന്നു. സ്കോട്ട്ലാൻഡിനെതിരായ മത്സരത്തിൽ അദ്ദേഹം മൈതാനത്തിറങ്ങിയാൽ സ്റ്റേഡിയത്തിലെ എല്ലാ കണ്ണുകളും നെയ്മറിലായിരിക്കും. ഓരോ ടച്ചും, ഓരോ പാസും, ഓരോ മുന്നേറ്റവും ആരാധകർ ആവേശത്തോടു കൂടി നോക്കിയിരിക്കും. ഇനി അഥവാ ഗോൾ നേടിയാൽ അത് വെറും ഒരു ഗോളായിരിക്കില്ല, പരിക്കുകൾക്കെതിരായ വിജയമായിരിക്കും. വിമർശനങ്ങൾക്ക് നൽകുന്ന മറുപടിയായിരിക്കും. ബ്രസീൽ ആരാധകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. CR7 തൻ്റെ കഥ എഴുതുന്നു, മെസ്സി തൻ്റെ പാരമ്പര്യം തുടരുന്നു, എംബാപ്പെ പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നു. പക്ഷേ ഫുട്ബോൾ ലോകം ഇപ്പോൾ കാത്തിരിക്കുന്ന മറ്റൊരു കഥയ്ക്ക് വേണ്ടിയാണ്: നെയ്മറിൻ്റെ തിരിച്ചുവരവിൻ്റെ കഥ. ദ കിങ് ഡെലിവേർഡ്, ദ ഗോഡ് ഡെലിവേർഡ്, ദ ഫ്യൂച്ചർ സ്റ്റാർ ഡെലിവേർഡ്. ഇനി രാജകുമാരൻ്റെ ഊഴം. നെയ്മർ ഈസ് കമ്മിങ് ആൻഡ് ദ ഫുട്ബോൾ ഈസ് റെഡി.